ഹലോ ഗൈസ്, അങ്ങനെ ദേ 11:40 വിശപ്പ് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാനും ശ്രീയും കൂടെ അതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും ഒരു റെസ്റ്റോറൻറ്റൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പോലെ ഇരുന്ന് ഇവിടെ കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റും അങ്ങനെ വൃത്തിയുള്ള റെസ്റ്റോറൻറ്റ് ഇല്ല കേട്ടോ. ഉണ്ട്, പക്ഷെ നമുക്കതൊന്നും അവിടെ കയറി കഴിക്കാൻ തോന്നില്ല. കാരണം കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റൊക്കെ നല്ല ഹൈഫൈ റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിനൊന്നും വലിയ കേടില്ലാണ്ട് പോകും. അങ്ങനെ ഇത് ചൈനീസ് കഴിക്കാനായിട്ടുള്ള ഒരു മോഹം കൊണ്ടാട്ടോ ഇറങ്ങിയത്. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് നേരെ കൊണ്ടുവന്നത് നമ്മുടെ സെക്ടർ 29 ഗുരുഗ്രാമിലുള്ള ഒരു പബ് ഏരിയയിലേക്കാണ്. ഒരു നൈറ്റ് ലൈഫ് ഉള്ള ഏരിയ കേട്ടോ ഇത്. അതുപോലെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സൈബർ ഹബ് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ നൈറ്റ് ലൈഫും അടിപൊളി സ്റ്റാൻഡേർഡ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെയും ഇവിടെയും വെച്ചൊരു കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പബ്ബ് മാത്രം ഉണ്ടെങ്കിലും ഇവിടെ ഒരു നെഗറ്റീവ് സൈഡ് പറയാറുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള ബിസിനസ് നടക്കുന്ന ഒരു ഏരിയ ആയിട്ടാട്ടോ ഈ സെക്ടർ 29 എല്ലാവരും കാണുന്നത്. ഈവൻ ഇവിടെ ഒരു ഗേൾ വന്ന് നിന്നാൽ പോലും അവരെ ആ കുട്ടിയെ കാണുന്ന വേറൊരു രീതിയിലാണ്. ലൈക്ക് ബിക്കോസ് ഞാൻ ആ കാറിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ കുറെ ആണുങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്, എന്തോ വേറെ ബിസിനസ്സിന് വന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ വന്നിരിക്കുന്ന ഈ ചൈനീസ് പാണ്ടയിലാട്ടോ. അതുപോലെ ഞാൻ ഇവിടുന്ന് ഒരു ഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഇറങ്ങിയ ഒരു സീനിയർ കുട്ടി എന്നോട് പറഞ്ഞതാണ്, ഇവിടെ പല സൈഡിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടല്ലോ, അവരിവിടെ വന്നിട്ട് നൈറ്റ് ലൈഫും പബ്ബും അതും ഇതും ഒക്കെ കാണുമ്പോൾ അവർക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസി, കാരണം ഫ്രണ്ട്സ് ഒക്കെ കൂടെ പോവാണല്ലോ, അപ്പോൾ അവർ പോകാനായിട്ടുള്ള ടെൻഡൻസിയിൽ ഇവരെന്താ വെച്ചാൽ ഇവർക്ക് അഫോർഡ് ചെയ്യാൻ അത്രയും കാശ് ഉണ്ടാവില്ല. കാര്യം വീട്ടുകാർ ഇത്രയും പോക്കറ്റ് മണി ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ഈ പോകുന്ന കുട്ടികൾക്ക് കുറച്ച്, എല്ലാ കുട്ടികളുടെ കാര്യത്തിൽ ചില കുട്ടികൾക്ക് ഉണ്ടാവില്ല, അവരുമായിട്ട് കൂട്ടുപിടിച്ചിട്ട് ഇവർ ഈ വൈകിട്ട് ഈ ബിസിനസ്സിന് ഇറങ്ങും എന്നാണ് കേൾക്കാറുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇത് കാണാൻ പറ്റും കേട്ടോ. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, പല സൈഡിൽ നിന്നുള്ള കുട്ടികളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ.